തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനപ്പെട്ട മുന്നണികളുടെയൊക്കെ തന്നെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. നേരത്തെ KPCC അധ്യക്ഷന്റെ അടക്കം നമ്മൾ പ്രതികരണം കേട്ടു. ഒപ്പം തന്നെ MV ഗോവിന്ദനും അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നു. ഉടനടി വരും ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ വാർഡുകളിലേക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒക്കെയുള്ള ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ അഭിലാഷ് മോഹനും ഡി പ്രമേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒന്നേ ചോദിക്കുന്നുള്ളൂ, കപ്പടിക്കാൻ എല്ലാവരും അതാണല്ലോ, കപ്പടിക്കാനുള്ള സാധ്യത ആർക്കാണ്? അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ കടക്കേണ്ട ഒരു സമയമായിട്ടില്ലെങ്കിലും എന്താണ് അഭിലാഷിന്റെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള മുന്നണികളുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇത് കേരളം ആകെ നടക്കുന്ന ഏറ്റവും വലിയ സാമ്പിൾ സൈസ് ഉള്ള ഒരു എക്സിറ്റ് പോളിന് സമാനമാണ്. അടുത്ത 5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായി തെരഞ്ഞെടുപ്പ് മാറും. നിലവിൽ നമുക്കറിയാവുന്നതുപോലെ LDFന് വലിയ മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ 2019 നടന്ന ലോക്കൽ ബോഡി പോൾസിൽ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ തവണ UDFന് കഴിയുമ്പോൾ BJP പ്രധാനപ്പെട്ട 2 കോർപ്പറേഷനുകൾ തൃശ്ശൂരും തിരുവനന്തപുരവും ലക്ഷ്യമിടുന്നുണ്ട്, ഒപ്പം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അടക്കം. അപ്പോൾ 2 കോർപ്പറേഷനുകളിലെങ്കിലും ത്രികോണ മത്സരം നടക്കും. അപ്രവചനീയമായ എന്തെങ്കിലും സംഭവിക്കും. പരമ്പരാഗതമായ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇടതുപക്ഷത്തിനാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു മേൽക്കൈ എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ തന്നെ അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും എന്താണ് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റുമാകും. അതേപോലെ തന്നെ വിവിധ കോർപ്പറേഷനുകളിൽ ഇവിടെയൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡബിൾ ആൻറ്റി ഇൻകംബൻസി മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ട്. കാരണം കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവട്ടെ, കൊല്ലം കോർപ്പറേഷൻ ആവട്ടെ, കൊച്ചി കോർപ്പറേഷൻ ആവട്ടെ, തൃശ്ശൂർ കോർപ്പറേഷൻ ആവട്ടെ, എല്ലാം LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ആ കോർപ്പറേഷനുകളിലെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായവും സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള അവിടെ പ്രമേശം അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കിയാണ് ആര്യ രാജേന്ദ്രനെ അവിടെ മേയറാക്കുന്ന സമയത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ പക്ഷേ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചോളം മേയറായിരിക്കുന്ന സമയത്ത് ഒരുപാട് വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെയൊക്കെ നോക്കുമ്പോൾ ഇതിനെയൊക്കെ തന്നെ മറികടക്കാൻ തക്ക രീതിയിലേക്ക് ഒരുപാട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിലാഷ് പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി ഒരുപാട് ഉദാഹരണങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഈ ക്ഷേമ പെൻഷൻ എന്നതടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ വളരെ അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ജനകീയപരമായിട്ടുള്ള ഇടപെടൽ, ജനങ്ങളുടെ സ്ഥായിയായ വിഷയങ്ങൾ ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു വിശ്വാസം അതൊക്കെ സർക്കാരിന് മുന്നിലുണ്ടോ? നേരത്തെ അഭിലാഷിനോട് ചോദിച്ചോടെ കപ്പടിക്കാനുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ? അല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സമാനമല്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ദേശീയ പ്രശ്നങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതായിരിക്കും ആ ഒരു വോട്ടിംഗ് ട്രെൻഡിനെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അതിനെ നിശ്ചയിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊന്നാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ വരാം. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻസിലുണ്ട്. സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ജില്ലാ പഞ്ചായത്തിലെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം വരും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രാദേശിക വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന വിഷയങ്ങളും അതിനകത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ എന്ന് LDF ഉന്നയിക്കും. സംസ്ഥാന സർക്കാരിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം UDF സ്വാഭാവികമായിട്ടും അതിനെ എൻകാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഷഹീദ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ഷഹീദ്, നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അപ്രതീക്ഷിത മുഖങ്ങളെയൊക്കെ ഇറങ്ങി കോർപ്പറേഷൻ അടക്കം പിടിക്കുക, ഇതാണ് UDFനെ സംബന്ധിച്ചുള്ള പ്ലാനിങ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ VM വിനുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തീരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പിലേക്ക് VM വിനു ഒരു കൈ കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള മുന്നണികളുടെ നീക്കങ്ങൾ മലബാർ മേഖലയിൽ? പ്രതീക്ഷ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം VM വിനുവുമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാരും ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ VM വിനു UDF സ്ഥാനാർത്ഥിയായി, പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോർപ്പറേഷനിലേക്ക് മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും VM വിനുവിനെ ഉയർത്തിക്കാണിക്കുന്നു, അല്ലെങ്കിൽ VM വിനുവിനെ മത്സരരംഗത്തെ കൊണ്ടുവരുന്നതോടുകൂടി ഒരു സാഹിത്യ നഗര പദവിയുള്ള ഒരു നഗരമാണ്, സാഹിത്യകാരന്മാരെ ഒട്ടേറെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ തരത്തിലുള്ള ഒരു ലെഗസി, ഒരു ചരിത്രത്തിൻ്റെ പിന്തുടർച്ച ആയി VM വിനുവിനെ കൊണ്ടുവരുന്നു. സിനിമാ സാംസ്കാരിക രംഗത്തുള്ള ഒരാൾ വരുന്നു എന്നുള്ളത് ഒരു ബലമായി തന്നെ ഉയർത്തി കാണിക്കാനാണ് UDFന്റെ തീരുമാനം. UDFന് അത് ചെയ്തേ മതിയാവുകയുള്ളൂ. കാരണം കഴിഞ്ഞ 45 വർഷമായി കോർപ്പറേഷൻ ഭരണം, അവർ ഭരണത്തിന് അധികാരത്തിന് പുറത്താണുള്ളത്. ഏകദേശം 18 സീറ്റുകൾ മാത്രമായി UDF ചുരുങ്ങിയ ഒരു
സാഹചര്യം കൂടിയുണ്ട്. അതിൽ നിന്നും ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷനെതിരെയുള്ളതും സംസ്ഥാന സർക്കാരിനെതിരെയുള്ളതും ഒക്കെ തങ്ങൾക്ക് നേട്ടമായി മാറും. ഒപ്പം തന്നെ ഈ തരത്തിലുള്ള ഭയങ്കര അഴിമതി ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി 22ഓളം സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ഒരു മേൽക്കൈ നേടി ഈ തരത്തിൽ ഗോതയിൽ ശക്തമാകാനാണ് തീരുമാനം. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം 7 സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം BJP വോട്ടുകൾ അത് പ്രത്യേകിച്ച് നമുക്കറിയാം BJPക്ക് അകത്തുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ആ തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് വളരെ രൂക്ഷമായി നിൽക്കുന്ന ഗ്രൂപ്പിസം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിടിക്കുക എന്നുള്ളതും ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ മുതലെടുത്തുകൊണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം മുന്നണികളുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ ആ തരത്തിലുള്ളൊരു സങ്കീർണത ഉണ്ട്. പക്ഷേ വലിയ ശക്തിയുള്ള LDFനും CPMനും ശക്തിയുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ ഭരണം നിലനിർത്തുമെന്നുള്ളതിനാണ് ഒരു തീരുമാനം. അവരുടെ ആഗ്രഹം, അവരുടെ ആത്മവിശ്വാസം വൈകാതെ തന്നെ. ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. അഭിലാഷ്, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധിച്ചാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിഞ്ഞു. ശബരിനാഥനെ പോലെയുള്ള പരിചയസമ്പന്നരായുള്ള നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയേക്ക് മത്സരിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതൊന്നും പോരല്ലോ. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആ സ്ട്രക്ചർ പരിശോധിക്കുക, അവിടുത്തെ സീറ്റ് നില, വർഷങ്ങളായിട്ട് എത്ര നാളായി കൈകളിൽ നിന്നും ഈ ഭരണം പോയി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ VMVUവിനെ പോലെയൊക്കെയുള്ള അപ്രതീക്ഷിത മുഖങ്ങളെ പരീക്ഷിച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അത്ര എളുപ്പമാകുമോ അഭിലാഷ്? അല്ല, കോൺഗ്രസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കൂ, കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്, UDF 3-ാം സ്ഥാനത്താണ്. 10 സീറ്റ് അവർക്കുള്ളൂ. തിരുവനന്തപുരം എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത്, അതായത് ഏറ്റവും ഗ്ലാമറുള്ള കോർപ്പറേഷനിൽ എത്ര കാലമായി ഇടത് ഭരണമാണ്. കോഴിക്കോടും സമാനമായ അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ നിന്ന്, അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പുറത്താണ്, അല്ലെങ്കിൽ UDF പുറത്താണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ BJP മേയർ സ്ഥാനം തന്നെ ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ ഭരണസമിതി തന്നെ ലക്ഷ്യമിട്ട് പണിയെടുക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഡു ഓർ ഡൈ ബാറ്റിലാണ്. അവർക്ക് ഇനി പിന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഇത്തവണ ശബരിനാഥനെ പോലൊരു മേയർ സ്ഥാനാർത്ഥിയെ തന്നെ നേരത്തെ നിശ്ചയിച്ചു. കോൺഗ്രസിന്റെ വാർഡാണ്, കവടിയാറിൽ നിന്ന് ശബരി മത്സരിക്കുന്നു. ഒപ്പം അവർ ഇപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ ജെൻസി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യുവാക്കളായ CPM മുമ്പ് പരീക്ഷിച്ചിട്ടുള്ള തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വ പരീക്ഷകളിലേക്കൊക്കെ എനിക്കൊന്ന് പ്രവേശിട്ട അഭിലാഷ്, അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ താഴെത്തട്ടിൽ പലരുടെയും പേരുകൾ പലപ്പോൾ പല തർക്കങ്ങളായിട്ട് വരും. പക്ഷേ ഇപ്പോൾ ഒരു ഒറ്റപ്പേരിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. ഒറ്റപ്പേര് പല വാർഡുകളിൽ നിന്നും ഒറ്റപ്പേരിലേക്ക് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വലിയൊരു കല്ലുകടിയില്ലാതെ എത്താൻ കഴിഞ്ഞെന്നുള്ളൊരു വല്ലാത്തൊരു സാഹചര്യമാണല്ലേ. മുൻപൊന്നും കാണാത്ത രീതിയിലൊരു കോർഡിനേഷൻ അക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, കോൺഗ്രസിന് ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. അവർ പ്രചാരണ രംഗത്തും അവർക്ക് ആ മുന്നേറ്റം ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. മുന്നണി എന്ന അർത്ഥത്തിൽ കോൺഗ്രസിന് പലപ്പോഴും, അല്ലെങ്കിൽ UDFന് പലയിടത്തും ഐക്യത്തോടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മലബാർ മേഖലയിൽ ലീഗുമായിട്ടും, അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട്, കേരള കോൺഗ്രസുമായിട്ടുള്ള ചില ഐക്യമൊക്കെ ഉണ്ടെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും എല്ലാ ഘടകകക്ഷികളെയും കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് കേരള കോൺഗ്രസ് ക്ലെയിം ചെയ്ത അവർ ചോദിച്ച സീറ്റുകളൊക്കെ കൊടുക്കുകയാണ്. മറ്റ് വേറൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് ഒരു അസ്വാരസ്യം ഞാൻ പറഞ്ഞ മധ്യ കേരളത്തിൽ പറയുകയാണ്. അവിടെ കൂടുതലായിട്ടും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. ഈ രണ്ട് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ സീറ്റ് വിഭജനം വളരെ സുഗമമായി നടന്നു. പക്ഷേ മറ്റു പലയിടങ്ങളിലും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചെറിയ ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം. ഇപ്പോൾ ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് ധാരണയായിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ UDFനുള്ള ഒരൊറ്റ പ്രശ്നം, ഇപ്പോൾ മലബാർ മേഖലയിൽ അവർ നമ്മുടെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യത്തിന് അവർ തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നിലമ്പൂരിലെ മുൻ MLA ഉണ്ടല്ലോ, അത് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ, ഔദ്യോഗികമായ ധാരണയാവുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ UDFനെ സംബന്ധിച്ചിട്ട് ചില മേഖലകളിൽ ഉണ്ട്. ഘടകകക്ഷികളെ യോജിപ്പിച്ച് ഒരു മുന്നണി നിലയിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. LDFന് അത്രത്തോളം തർക്കങ്ങളില്ല, മുന്നണി എന്ന നിലയിൽ അത്രത്തോളം തർക്കങ്ങളില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമൊക്കെ LDFനെതിരായിട്ട് വരും. പക്ഷേ ഇപ്പോൾ നേരത്തെ പ്രതീക്ഷ പറഞ്ഞിട്ടുള്ള ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം, അതുപോലുള്ള പ്രഖ്യാപനങ്ങൾ വളരെ തന്ത്രപരമായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവിടുത്തെ ട്രിവാൻഡ്രം മെട്രോയുടെ
ഒരു അലൈൻമെൻറ്റ് പ്രഖ്യാപനം പോലും നടത്തിയത്. അപ്പോൾ വളരെ ആവശ്യമായ പ്രഖ്യാപനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷനിലെയും കൊല്ലത്തെ അവസ്ഥ കൂടി നമുക്ക് പരിശോധിക്കാം. കണ്ണൻ നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടുത്തെ ഇപ്പോൾ നിലവിൽ LDFിന്റെ കോർപ്പറേഷൻ ഭരണം അത് പിടിച്ചെടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസ് നേരത്തെ തന്നെ നടത്തുന്നതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. BJP കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർക്ക് നിലവിൽ 6 സീറ്റുകൾ അവിടെയുണ്ട് കോർപ്പറേഷനിൽ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള സാഹചര്യം എന്താണ് കണ്ണൻ അവിടെ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാകുമ്പോൾ കൊല്ലം ജില്ലയിൽ മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു പടി മുന്നിലുള്ളത് UDF ആണ് എന്ന് പറയേണ്ടി വരും. കാര്യം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചു. ആദ്യം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെയാണ് അവർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം നഗരസഭകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യ വഴിയിൽ അവർ മുന്നേറിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തെ ജില്ലയിലെ ഒരു ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലയിൽ ആകെ 68 പഞ്ചായത്തുകളാണ് ഉള്ളത്. അതിൽ 45 പഞ്ചായത്തുകൾ LDFിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട്. 23 മാത്രമാണ് UDFിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. നഗരസഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 നഗരസഭകളിൽ 3 ഭരിക്കുന്നത് LDF ആണ്. ഒരിടത്ത് മാത്രമാണ് UDF ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ഭരിക്കുന്നത് LDF ആണ്. ഒരിടത്ത് ശബരയിൽ മാത്രമാണ് UDFിന് വിജയം വയ്ക്കാൻ സാധിച്ചത്. അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 26 ഡിവിഷനുകളുണ്ട്. അതിൽ 3 മാത്രമാണ് UDF വിജയിച്ചിട്ടുള്ളത്. 23 ഡിവിഷനുകളിൽ LDF ആണ് വിജയിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ചിത്രം. ഇത്തവണ പരിശോധിക്കുമ്പോൾ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യം ഏത് വിധേനയും പഞ്ചായത്തുകൾ പിടിക്കുക അല്ലെങ്കിൽ നഗരസഭകൾ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് UDF. എങ്കിൽ പോലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അടിയന്തരമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് LDFിന്റെ നീക്കം. നേരത്തെ തന്നെ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഗൃഹസമ്പർക്കം അടക്കമുള്ള കാര്യങ്ങൾ, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ അടക്കം ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇപ്പോൾ LDF പ്രവർത്തകർ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനാർത്ഥിയെ കൂടി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് LDF നേതൃത്വം പറയുന്നത്. രണ്ടാമത്തേത് BJP ആണ്. BJPയും ഒരു 6 മാസം മുമ്പ് മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഗൃഹസമ്പർക്കം അടക്കമുള്ള കാര്യങ്ങൾ BJPയും നേരത്തെ നടത്തിയിരുന്നു. സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കൂടി വന്നാൽ മാത്രം മതി. എങ്കിൽ പോലും വലിയ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. LDFിന് ഈ ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ LDF, പ്രത്യേകിച്ച് CPMന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും വോട്ടുകളെല്ലാം ഉറപ്പിക്കുക. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് വോട്ട് ചെയ്യുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് LDFിൻ്റെ തീരുമാനം. ഈ 3 മുന്നണികളിലും ശക്തമായ ഗ്രൂപ്പിസവും ശക്തമായ എതിർപ്പുകളും ഒക്കെ തന്നെ ഉണ്ട്. അവയൊക്കെ തന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നോക്കി കാത്തിരുന്ന് കാണണം. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് കാണാനുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഈ സാധാരണ ഉള്ള തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് പ്രധാനപ്പെട്ട 3 മുന്നണികൾക്ക് അപ്പുറത്തേക്ക് പ്രാദേശിക കൂട്ടായ്മകൾ പോലും. ഇപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ 2020 ഉണ്ട്, V4 കൊച്ചിയുണ്ട്, പാലക്കാട് നേരത്തെ V4U പറയും പാലക്കാട് ഒരു സംവിധാനമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രാദേശികമായ ഇത്തരം സാധനങ്ങൾ അതൊക്കെ അവർക്കൊക്കെ എത്രത്തോളം കത്തിപ്പടരാനുള്ളൊരു അവസരം ഉണ്ടോ? അതല്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ കാണേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ കേന്ദ്രീകൃതമായി ഏതെങ്കിലും ഒരു പ്രാദേശിക കക്ഷി വിജയിക്കുക എന്നുള്ളത് സാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലം പോലെയുള്ള മേഖല എടുത്താൽ അവിടെ 2020 കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ അവർ 2 നിലനിർത്താനാണ് സാധ്യത. 4 പഞ്ചായത്തുകൾ നിലനിർത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിനപ്പുറത്ത് ഇപ്പോൾ സ്വതന്ത്രർക്ക് ഇപ്പോൾ ഒരു വാർഡിൽ വളരെ ജനകീയരായിട്ടുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ ഒരു പാർട്ടിയിലും പെടാത്ത ആളാവാം, അല്ലെങ്കിൽ ഈ വിമതനായിട്ട് സ്വന്തം പാർട്ടി ടിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് മത്സരിക്കുന്ന ആളാവാം. അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ തൃശ്ശൂരിൽ മേയറായി വന്നത് കഴിഞ്ഞ തവണ നോക്കൂ, അദ്ദേഹം കോൺഗ്രസിന്റെ റിബലായി ആണ്. ഇപ്പൊ എന്തായിരിക്കും വർഗീസിന്റെ അടുത്ത നീക്കം? അദ്ദേഹം LDFിനൊപ്പം ഇല്ല, BJP ആവാനുള്ള സാധ്യതയുണ്ട്. മത്സരിക്കില്ലായിരിക്കും, പക്ഷേ അതിനപ്പുറത്ത് മറ്റു ചില താല്പര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞത് മതി ഒരാളായിരിക്കും കറുത്ത കുതിരയായിട്ട് വരിക, മേയർ ആവാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആവാനോ ഒക്കെ പറ്റുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ അതാത് ഡിവിഷനുകളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ
സ്വാധീനമുള്ള ആളുകൾ സ്വതന്ത്രരായിട്ടോ റിബലുകളായിട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ മത്സരിച്ച് അവരെ ജയിക്കാം. അതല്ലാതെ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ കേരളത്തിലാകെ ഈ മൂന്ന് മുന്നണികൾക്കും വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ആം ആദ്മി പാർട്ടി പോലെ അതിന്റെ അവസ്ഥ എന്തായി അതെ, നമുക്കറിയാം. ആം ആദ്മി പാർട്ടി പിന്നെ വെൽഫെയർ പാർട്ടിയുടെ കാര്യം നേരത്തെ വെൽഫെയർ പാർട്ടി ഇത്തവണ LDF-ഉമായിട്ടും UDF-ഉമായിട്ടും സഹകരിക്കാൻ ഒരുങ്ങുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ LDF അടുപ്പിക്കാൻ സാധ്യതയില്ല, പരസ്യ സഖ്യം വേണ്ടെന്ന് UDF തീരുമാനിച്ചിട്ടുണ്ട്. SDPI അങ്ങനെ പ്രവേശനം അങ്ങനെ ഇവർ പറയും എല്ലാ പാർട്ടിക്കാരും ഇവരോട്ടൊക്കെ അയിത്തമാണ് അല്ലെ ഞങ്ങൾ മാറ്റിയതെന്ന് പറയെങ്കിലും ഏറ്റവും അവസാനം എന്താണ് ചിലർക്ക് എന്തായാലും നീക്കുമൊക്കെ വേണ്ടി വരും. അല്ല, ഇത്തരം ഈ LDF-നെ സംബന്ധിച്ച് മുമ്പ് ഈ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ SDPI ആയിട്ടൊക്കെയുള്ള ചില തന്ത്രപരമായ ധാരണയൊക്കെ ചില ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത്തവണ അവർ വളരെ LDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഇത്തരം ധാരണകൾ വേണ്ടാന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയും SDPI-യും പരസ്യമായി തന്നെ UDF-നെ പിന്തുണയ്ക്കുകയും ആ പിന്തുണ പരസ്യമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല വെൽഫെയർ പാർട്ടിയെ ന്യായീകരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ധാരണ ഒരുപക്ഷെ തുടരാനാണ് സാധ്യത വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലെങ്കിലും ധാരണ ഉണ്ടാവണം. ശരി, തീർച്ചയായും. ഇനി നമുക്ക് എറണാകുളത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നും പ്രദീപ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, എറണാകുളത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എറണാകുളം പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. കോർപ്പറേഷൻ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ നിൽക്കുന്ന ഇടമാണ്. പ്രദീപ് ജോസഫ് അവിടുത്തെ സാഹചര്യങ്ങൾ വിവരിക്കാൻ ചേരുന്നു. പ്രതീക്ഷ, പൊതുവിൽ UDF-ന്റെ കോട്ടയെന്നാണ് എറണാകുളം അറിയപ്പെടുന്നത്. പക്ഷേ MLA-യും MP-യും ഒക്കെ UDF-ന്റെ തന്നെയാണ്. ഭൂരിപക്ഷം MLA-മാരും UDF-ന്റെ തന്നെയാണ്. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇത്തവണ LDF-നായിരുന്നു. കഴിഞ്ഞ 2 തവണ UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷേ 2020-ൽ അത് LDF പിടിച്ചെടുത്തു. അതേസമയം വിമതന്മാരെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒപ്പം പിന്തുണയോടുകൂടിയാണ് LDF കോർപ്പറേഷന്റെ ഭരണം ഉറപ്പാക്കിയത്. 74 ഡിവിഷനിൽ 37 ഇടത്ത് LDF-ഉം 31 ഇടത്ത് UDF-ഉം ഒരിടത്ത് സ്വതന്ത്രനുമാണ് ഉള്ളത്. BJP-ക്ക് 5 കൗൺസിലർമാരാണ് ഇത്തവണയുള്ളത്. അതേസമയം കൊച്ചി കോർപ്പറേഷനിലെ ഇത്തവണത്തെയും രസകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വിമതരായി മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾ, ചില ആളുകൾ ഇത്തവണ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി വരുന്നു. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചവർ UDF-ന്റെ സ്ഥാനാർത്ഥികളായി വരുമെന്ന് കേൾക്കുന്നു. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ താൻ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് മുൻപ് പലതവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശ്യാമള പ്രഭു എന്ന വനിതാ BJP നേതാവ് പറയുന്നു. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതേ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി കാണുന്നു എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കൊച്ചി കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ആദ്യവട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. മേയർ ആര് എന്ന് ഇതുവരെ UDF-ഓ LDF-ഓ പ്രഖ്യാപിച്ചിട്ടില്ല. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് സൂചന. എറണാകുളം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ നഗരസഭകളിൽ 4ഇടത്ത് മാത്രമാണ് LDF-ന് ഭരണമുള്ളത്. ബാക്കി എല്ലായിടത്തും UDF-ആണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ 48 ഇടത്ത് UDF ഭരിക്കുന്നു, 30 ഇടത്ത് LDF ഭരിക്കുന്നു, 4 ഇടത്ത് 2020 ആണ്. 2020 എറണാകുളം ജില്ലയിലെ ഒരു നിർണായക സാന്നിധ്യം എന്ന് പറയുന്നത്. 2015 തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രമായിരുന്നു 2020ക്ക് അധികാരമുണ്ടായിരുന്നതെങ്കിൽ 2020 ആയപ്പോഴേക്കും അത് 4 ഇടത്തായി. ഇത്തവണ സംസ്ഥാന തലത്തിൽ അവർ സംസ്ഥാന തലത്തിൽ അവർ 1000 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ തങ്ങളുടെ പഞ്ചായത്തുകൾ, കൂടുതൽ പഞ്ചായത്തുകൾ തങ്ങളുടെ കൈപ്പിടിയിലേക്ക് വരുമെന്നാണ് 2020 എന്തായാലും പറയുന്നത്. ഒരു മാസം മുൻപ് തന്നെ അവർ മതിലുകളൊക്കെ ബുക്ക് ചെയ്ത് ചുവരെടുത്ത് തുടങ്ങി. മധ്യകേരളത്തിലെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലും കോട്ടയത്തുമൊക്കെ ഗ്രാമപഞ്ചായത്തുകളും മറ്റും ഇടതുമുന്നണിക്കാണ് മുന്നേറ്റം എങ്കിൽ തന്നെ ഇത്തവണ ഇതൊക്കെ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് UDF ഉൾപ്പെടെ പുലർത്തുന്നത്. അതേസമയം BJP-യുടെ മുന്നേറ്റം ഈ ജില്ലകളിലൊന്നും കാണാതിരുന്നുകൂടാ. കാരണം കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പൊതുവിൽ BJP-ക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്ന് അവർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. എന്തായിരുന്നാലും എറണാകുളം ജില്ലയാണ് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. മധ്യകേരളത്തിലെ വലിയ പ്രതീക്ഷയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ മുന്നണികൾ ഉള്ളത്.